എന്റെ വീട് ചെത്തി ചെയ്യാൻ വന്നിരിക്കുന്നത്. എല്ലാത്തിനെയും അരിഞ്ഞു കളയാൻ. ഇത് കോടതി ഉത്തരവാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ ഇത്. ഈ മണ്ണിൽ നിന്നെ പറഞ്ഞയക്കാൻ ആരും നോക്കണ്ട. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. മാണിക്യമംഗലത്ത് മാധവൻ നായരുടെ മകൻ രാമൻകുട്ടി. എന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? എങ്ങനെ ഓർക്കാനാ? നിന്റെ അച്ഛനെ പുത്തൂരൻ തറവാടിന്റെ പടിയിറക്കി വിട്ടപ്പോ നീ ഒരു പീറ ചെറുക്കനായി. അന്നേ ഈ മാണിക്യമംഗലം തറവാട് എന്റെ സ്വപ്നമായിരുന്നു. 3 ഇരട്ടി വില കൊടുത്ത് ഇന്ന് ഞാനത് സ്വന്തമാക്കി. ഇതൊരു പകവീട്ടലിന്റെ തുടക്കം മാത്രമാണ്. നീ എന്റെ ഫാക്ടറിയിലും സ്ഥാപനങ്ങളിലും വന്ന് ബഹളം ഉണ്ടാക്കി എന്നെ തോൽപ്പിക്കാൻ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഈ ദുർഗ ആരാണെന്ന്? രാമഭദ്ര, എന്താണ് കാണിക്കുന്നത്? രണ്ടുപേരുടെയും കൂടി കൈയിട്ട് രണ്ടുപേരും ചീത്താക്കണ്ടെന്ന് കരുതിയാ. ഇതെല്ലാം മറ്റുള്ളവരുടെ കൈ കൊണ്ടാണോ? സ്വന്തം കൈ കൊണ്ട് വേണം. സ്വന്തം കൈയുടെ കാര്യം പറഞ്ഞ ഒരാള്. എന്നിട്ട് ഈ സ്വന്തം കൈയുടെ എന്ത് നേടി? നാട് നീളെ വീട് പണിത് കൊടുത്ത മുതലാളി സ്വന്തം വീടിന്റെ കാര്യം മറന്നുപോയി. നാട്ടിലുള്ള പമ്പള്ളേരെല്ലാം കല്യാണം നടത്തി കൊടുത്ത ഈ മുതലാളി സ്വന്തം പെങ്ങളുടെ കാര്യം മറന്നുപോയി. എന്തിനധികം സ്വന്തം പെങ്ങള് പോയിട്ട് ഈ മുതലാളി ഒന്ന് തിരിഞ്ഞു നോക്കിയ അവളിപ്പ അവിടെ ഉണ്ട്, ചത്ത, ജീവിച്ചിരിപ്പണ്ട. ഇത് വല്ലതും മുതലാളി അന്വേഷിച്ച. എന്നിട്ടിപ്പ സ്വന്തം പറഞ്ഞ ഒരാള്. അവള് നമ്മുടെ ഐശ്വര്യമായിരുന്നു മുതലാളി. അവള് പോയതോടെ നമ്മുടെ എല്ലാം പോയില്ലേ. ഒരു പ്രാവശ്യമെങ്കിലും അവളെ കാണണമെന്ന് മുതലാളി ആഗ്രഹിച്ചിട്ടുണ്ടാ? അല്ല ഉണ്ടാ? അവളിപ്പോ എവിടെ ഉണ്ടോ? അത് ചിയാമി കാണിച്ചുതരാ. ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ചിയാമിക്ക് അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളില്ല മുതലാളി. അത് ചിയാമി കാണിച്ചു. ഒന്ന് ചവിട്ടണേ, രണ്ടാളിറങ്ങാണ്ട്. ആ ചന്ത മുക്കാളറുക. മുതലാളിക്ക് അറിയാമോ? കോടീശ്വരനല്ലേ അവൻ, കോടീശ്വരൻ. കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടൊക്കെ കൊണ്ടുവന്നെ ആരാന്നറിയാമോ? അണ്ണോടി പാർട്ടിയല്ലേ കൊണ്ടുവന്നത്. അത്രയ്ക്ക് കാശുകാരാണ്. പിന്നെ അച്ഛൻ അബ്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ 3 ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിലുണ്ടായിരുന്നു. എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മോലാളി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടാണ്. കൊറേ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെ അവന്റെ വീട്? അതാ ഞാനും നോക്കണത്. കുറച്ച് നടന്നാൽ മതി, ഇപ്പൊ എത്തും. മാമോലാളി കുറച്ചു നടന്നാൽ ശബരിമല എത്തും. യോ, എന്തൊരു മായ. ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് മെസ്മറീസോ? ഇങ്ങനെ നോക്കരുത് മോലാളി. ഒരു മിനിറ്റ്. അയ്യോ, സോറി ചേട്ടാ. ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെ? ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ ഉണ്ട്, പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ജംഗ്ഷനല്ല, വെറും ഉണ്ണികൃഷ്ണൻ. എന്താ? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ, എന്തെങ്കിലും ഒരു ക്ലൂ താടോ. കൊള്ളു തരാനായിട്ട് 10 പൈസ കയ്യിൽ. അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാല് ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ഭ്രാന്തുണ്ടോ? അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട പോരാ, എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അറിയോടാ? എനിക്കറിയില്ല. ഒടുക്കത്തെ വഴി.
അയ്യോ നീ ഒറ്റ ഒരുത്തനെല്ലാം കാരണക്കാരൻ. ആ ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നോ? അപ്പൊ അത് മുതലാളിക്കാവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേ അതെ ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നതല്ല. നിന്നെയും കാര്യത്തിൽ ഒന്ന് കാണാൻ വന്നല്ലേടാ. നേരാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടാ. അവളെ ഞാൻ അന്വേഷിക്കാറുണ്ടോടാ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരമുള്ളൂ. പരമനല്ല രാമൻ. ആ രാമന്റെ. അവക്ക് സുഖമല്ലേടാ? ഓ പിന്നെ അവക്ക് പരമ സുഖല്ലേ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. പ്രശ്നം 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 പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സോൾവ്. എന്തൊരു ആത്മാർത്ഥ കേറ് മുതലാളി. കേരടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനല്ലേ. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും ഇട്ടത് പറഞ്ഞു. എനിക്കറിയാം. അളിയന്മാരെ പോട്ടെ. ഓക്കേ മുതലാളി, മുതലാളി അവൻ പോണു. മുതലാളി, മുതലാളി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാരമില്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സമ്മതിച്ചു. വാ അതല്ല അതിന്റെ നമ്പറാണോ? കവിച്ചു വെച്ചാ പോരെ. മുതലാളി നീ ഒരു ബാൻഡ് സെറ്റുകാരി അല്ല, അത് വാച്ച്മാൻ. വാച്ച്മാനല്ല, വാച്ച്മാൻ ഈ പെണ്ണല്ലേ. അവിടെ ഇരുന്നു. ഞാൻ അങ്ങോട്ട് പോകും. വേണ്ട, ഞാൻ ഇങ്ങോട്ട് പോകാൻ പോലെ വനിതയല്ലേ സെക്യൂരിറ്റി. ആരെ കാണുന്നില്ല. എനിക്ക് പേടിയാവും. ഞാൻ പോവാം. എന്റെ പെങ്ങൾ നിന്റെ ഭാര്യയോ അതവിടുത്തെ വേലക്കാരത്തിയോ? പാടോ പുല്ല്, ആടോ പാടോ. രാമേട്ടാ ഞാൻ പറയാം. ഒന്നും മനഃപൂർവ്വമല്ല, എല്ലാം ഞാൻ പറയാം. ഈ മുതലാളി ഏത് ഗോഡൌണിലേക്ക് പോയാവോ? പുറത്തിറങ്ങണ്ടെന്ന് വെച്ച് സമ്മതിക്കും. ആരാ ജനല് തുറന്നത്? ആരും കാറ്റായിരിക്കും. എല്ലാം ഞങ്ങളുടെ വിധിയ. ഇപ്പൊ രാമേട്ട് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ആരെങ്കിലും കണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി ജീവിക്കാൻ പറ്റില്ല. രാമേട്ട വരൂ. കണ്ടോ? കണ്ടില്ല. ഓ രക്ഷപ്പെട്ട്. എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കടാ. അമ്പടാ ഇതിലില്ലേ? എടാ നിന്റെ കയ്യിൽ കിട്ടൂടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ? എടാ നമ്മുടെ വീട്ടിനകത്തൊരു കള്ളം കയറി. ആണോ? ആ നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവലമൊക്കല്ലേ? അത് നോക്കിയോ നോക്കിയോ. ചെല്ലു. വെട്ടി അരിഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. 2 പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. കണ്ടിന് ഭയങ്കര ഉജാലയുടെ മണം. ഇവിടെ മുതലാളി ഇതിനകത്തുണ്ട്. മുതലാളി ഞാൻ പറഞ്ഞു വിട്ടോളാം. നീ ചെല്ലു. കൊത്തി കൊത്തി അരിയിക്കാൻ. എന്താ? ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ? കള്ളനെ കണ്ടോ? കണ്ടു. എവിടെ? മോളില്. അവിടെ അവിടെ.
സദാശിവ, എന്താ ഇവിടെ? വെളിയിൽ നിന്ന് ആരോ വീട്ടിനുള്ളിൽ കേറിയിട്ടുണ്ട്. രാമേട്ടൻ ഇവിടെ? രാമേട്ടാ, രാമേട്ടൻ എന്നെ കാണാൻ വന്നതാണല്ലേ? എനിക്കറിയാം എന്തെങ്കിലും രാമേട്ടൻ എന്നെ കാണാൻ വരുമെന്ന്. എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഈ മുഖം ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, ജയിലിൽ വെച്ചാണ്. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നേ? അയ്യോ, ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ്. അന്നയുടെ മുതല് കൊണ്ടുപോകുന്ന കളവെന്ന് പറയുന്നത്. അയ്യോ, ഞാൻ നേരിട്ട് കണ്ട് കൊണ്ടുപോകാൻ നീ മിണ്ടുപോരുത്. ആരെ കൊണ്ടുപോകാൻ വന്നതാണെന്നാ നീ പറയുന്നേ? എന്റെ മുതലാളിയെ. മുതലാളിയോ? ആരാണ് നിന്റെ മുതലാളി? എന്റെ മുതലാളി അറിയില്ലേ? എന്റെ മുതലാളി, എന്റെ മുതലാളി. പറയണം. അയ്യോ, നിർത്ത്. വിടവനെ. മുതലാളിയെ എന്തിനു നീ ഇവിടെ വന്നു? പറയടാ, എന്തിനാ നീ വന്നത്? ഞാൻ വന്നത് അവളെ കൊണ്ടുപോവാൻ. ആരെ? അല്പം മുമ്പ് ഇവൻ പറഞ്ഞു മുതലാളിയെ കൊണ്ടുപോകാൻ വന്നാണ്. ഇപ്പൊ താൻ പറയുന്നു അവളെ കൊണ്ടുപോകാൻ വന്നാണ്. സത്യത്തിൽ ആർക്കൊക്കെ ആരെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? പറയടാ, ആരെയാ നിനക്ക് കൊണ്ടുപോകേണ്ടത്? എന്നെ. മായേ, എന്നെ കൊണ്ടുപോകാൻ രാമേട്ടൻ വന്നിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ ദുർഗ തമ്പുരാട്ടിക്ക്? മായ വിളിച്ചിട്ടാണ് എന്റെ മുതലാളി വന്നതെന്ന്. എന്റെ മുതലാളിയും ഈ മായയും തമ്മിൽ കുറെ നാളായിട്ട് പ്രേമത്തിലാ. തമ്മിൽ കാണണമെന്നാ എന്തൊക്കെയാ പറയണമെന്നാ പറഞ്ഞോണ്ട് മാത്രം വന്നതാണ്. സംശയം മായ വിളിച്ച് ചോദിച്ചു നോക്ക്. ഇല്ലേ മുതലാളി? മായേ, സത്യമാണോ ഇവരെ പറയുന്നത്? അതെ. ഇത് വെറുതെ കിടന്ന് ബഹളം വെച്ചാ നാണക്കേടി തറവാടിനാ. വാ മുതലാളി, നമുക്ക് പോവാം. രാമേട്ടാ, ഞാനും വരുന്നു കൂടെ. മായേ, ചേച്ചി എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ പോവാ. പോകരുത്. ഇവൻ ആരാണെന്ന് എനിക്കറിയില്ല. ആരും ആയിക്കോട്ടെ, പക്ഷേ സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. പോവാ. മായേ, മായേ, പിടിക്കണേ അവളെ. മായേ, നിൽക്കവിടെ. ദുർഗാദേവി, എന്നെ തടയാൻ നിങ്ങളുടെ ഈ വളർത്തു നായ്ക്കൊക്കെ കഴിയുമെങ്കിൽ തടയട്ടെ. ഞാനിവിടെ കൊണ്ടുപോവാ. ദുർഗേ, നമ്മളോടുള്ള പക തീർക്കാൻ നമ്മുടെ കൊച്ചിനെ തന്നെയാണ് അവൻ കരുവാക്കിയിരിക്കുന്നത്. ഒന്ന് മൂളിയാ മതിയായിരുന്നു. ഈ തറവാടിന്റെ മുറ്റത്ത് തന്നെ ഞാൻ അവനെ കുഴിച്ചു മൂടിയേനെ. രാമഭദ്ര, വേണ്ട. ഈ അവസരത്തിൽ ബുദ്ധി ഉപയോഗിക്കുന്ന നല്ലത്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും മായ അത് വിശ്വസിക്കില്ല. അവൾ അവനിൽ ഭ്രമിച്ചിരിക്കുക. പിന്നെ എന്ത് വേണമെന്നാ പറയുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതെ, മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ ഞാൻ എടുക്കും. നല്ല ആൾക്കാരാ. ഇവിടെ ഇങ്ങനെ ഇരുന്നോ. അടുക്കള വന്ന് എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഞാൻ വന്ന് സഹായിക്കാല്ലേ? വേണ്ട 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 വേണ്ട, ഞാനൊരു തമാശ പറഞ്ഞതാ. ദേ, ഒരു 10 മിനിറ്റിനുള്ളിൽ ഫുഡ് റെഡി. ഒരാളിവിടെ ഇരിക്കണമെന്ന് കണ്ടൂടെ? എടാ, ഞാനൊരു കാര്യം ആലോചിക്കാം. എന്ത് കാര്യം? ഞാൻ ഇവിടെ കിട്ടിയാലോ? എടാ, എന്റെ പെങ്ങള് ഇന്ന് ആ വീട്ടിലെ മരുമകളാ. അവിടെ സുഖത്തിന് വേണ്ടി, നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ മായ വിവാഹം കഴിച്ചാൽ. അതിന് മായ വിവാഹം കഴിച്ച ഈ ഗായത്രിയുടെ ഭാവി അതെങ്ങനെയാണ്? എടാ, രാമൻകുട്ടിയുടെ പെങ്ങളാണ് ഗായത്രി എന്ന് എന്നെങ്കിലും ദുർഗാദേവി അറിഞ്ഞാൽ എന്റെ പെങ്ങളെ അവർ വെച്ചു പൊറപ്പിക്കോടാ. മാത്രമല്ല, നഷ്ടപ്പെട്ട നമ്മുടെ തറവാട് തിരിച്ചു പിടിക്കണ്ടടാ. എങ്കിലും ഒന്നും ആലോചിക്കാനില്ല. മുതലാളിയും മായയും തമ്മിലുള്ള കല്യാണം ഒരു